എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ നിറയുന്ന ചില പരാമർശങ്ങളുണ്ട്. അത് മില്ലറ്റിന് എതിരെയുള്ളതാണ്. നമുക്കറിയാം, 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിക്കപ്പെട്ടു. ലോകമെങ്ങും മില്ലറ്റിന് വലിയ പ്രചാരം ഉണ്ടാകുന്നു. അപ്പോൾ മില്ലറ്റിനെതിരെ സംസാരിക്കുന്നത് ശ്രദ്ധ നേടാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അത് പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്യും. ഏതായാലും ഈ മില്ലറ്റിനെതിരെ നടക്കുന്ന ഈ പ്രചാരണങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുമായി പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി മില്ലറ്റിനെതിരെ പറയുന്നത്, ആയുർവേദം മില്ലറ്റിനെ കുധാന്യം എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയുർവേദത്തിൻ്റെ ഏത് ഗ്രന്ഥത്തിലാണ് മില്ലറ്റിനെ കുധാന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ വ്യക്തമാക്കിയാൽ നമുക്ക് ആ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ച് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറിച്ച് ആയുർവേദം കുധാന്യം എന്നാണ് മില്ലറ്റിനെ പറ്റി പറയുന്നത് എന്ന് മാത്രമാണ് പറയുന്നത്. മറ്റൊന്ന്, ദിവസവും മില്ലറ്റ് മാത്രമായി ഭക്ഷണം കഴിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ മില്ലറ്റിൻ്റെ പ്രചാരകരായ നമ്മൾ ദിവസവും മില്ലറ്റ് മാത്രമായി ഭക്ഷണം കഴിക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നമ്മൾ പറയുന്നത്, മില്ലറ്റ് മറ്റ് ഭക്ഷണ സാധനങ്ങളോടൊപ്പം മില്ലറ്റും കഴിക്കാനാണ്. അതായത് അരിയുടെയും ഗോതമ്പിൻ്റെയും ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ച് പകരം മില്ലറ്റുകൾ കഴിക്കാൻ. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയവയാണ് അരിയും ഗോതമ്പും. എന്നാൽ മില്ലറ്റുകൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞവയാണ്. മില്ലറ്റ് കഴിച്ചാൽ പെട്ടെന്ന് അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ് വിഘടിച്ച് രക്തത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നില്ല. മറിച്ച് അരിയും ഗോതമ്പിൻ്റെയും ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അവ ദഹിച്ച് അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ് വിഘടിച്ച് രക്തത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ അരിക്കും ഗോതമ്പിനും പകരം പരമാവധി മില്ലറ്റിൻ്റെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദിവസത്തിൽ 1-2 തവണ ഈ രീതിയിൽ മില്ലറ്റിൻ്റെ ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ കഴിക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ചില മില്ലറ്റുകളിൽ ഫൈറ്റിക് ആസിഡ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ എവിടെയും പറയുന്നതാണ്, വരക് പോലെയുള്ള മില്ലറ്റുകളിൽ ഫൈറ്റിക് ആസിഡ് ചെറിയ അളവിൽ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ വിളവെടുത്ത് 6 മാസം കഴിഞ്ഞ് മാത്രമേ വരക് പോലെയുള്ള മില്ലറ്റുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇത് പക്ഷേ അത്രയധികം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഈന്ത്, കപ്പ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതേപോലെ തന്നെ ചെറിയ രീതിയിൽ വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ കപ്പ ഭക്ഷണമായി ഉപയോഗിക്കുമ്പോൾ ആദ്യം കപ്പ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് എന്നിട്ടാണ് നമ്മൾ കപ്പ കഴിക്കുന്നത്. അതുപോലെ ഈന്ത് വെട്ടി ഉണക്കിയ ഉടനെ തന്നെ നമ്മളത് ഭക്ഷണമായി കഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞാണ് കഴിക്കുന്നത്. ഇതേപോലെ തന്നെ വരകിൽ ഫൈറ്റിക് ആസിഡിൻ്റെ ചെറിയ അംശമുള്ളതിനാൽ 6 മാസം കഴിഞ്ഞാണ് നമ്മൾ കഴിക്കാൻ പറയുന്നത്. ഇതേപോലെ മറ്റൊന്നുള്ളത്, കാൽസ്യം ഓക്സലേറ്റുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മില്ലറ്റ് കഴിച്ചാൽ എന്നുള്ളതാണ്. നമ്മളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റാഗി പോലെയുള്ള മില്ലറ്റുകൾ കഴിച്ചാൽ, മണിച്ചോളം, റാഗി തുടങ്ങിയവയിലൊക്കെ കാൽസ്യത്തിൻ്റെ അംശമുണ്ട്. വളരെയധികം കാൽസ്യം കൂടുതലുള്ളതാണ് റാഗി. ഈ റാഗിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കരുത് എന്നും വല്ലപ്പോഴും മാത്രം കഴിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, ദഹന പ്രശ്നം ഉണ്ടാക്കും ഈ മില്ലറ്റുകൾ എന്നാണ്. അത് ഒരു തരത്തിലും ശരിയാവാൻ സാധ്യതയില്ല എന്നതാണ് നമുക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നത്. കാരണം അരിയെയും ഗോതമ്പിനെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം ഫൈബർ, നാരുകൾ കൂടുതലുള്ളതാണ്
ഈ മില്ലറ്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം വായിൽ നിന്ന് വിഴുങ്ങി അത് വയറിലൂടെ സഞ്ചരിച്ച് മലാശയത്തിലെത്തി അവിടെ നിന്നും പുറത്തു പോകുന്നത് വരെയുള്ള ആ ഭക്ഷണത്തിൻ്റെ ചലനം, ഭക്ഷണത്തിൻ്റെ സഞ്ചാരപഥം, അത് സഞ്ചാരപഥത്തിലൂടെ അതിൻ്റെ ആ സഞ്ചാര രീതി അല്ലെങ്കിൽ സഞ്ചാര വഴി അത് എളുപ്പമാക്കാൻ ഈ ഫൈബറുകളുടെ സാന്നിധ്യം സഹായകമാകും എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഈ മില്ലറ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നതാണ് നമുക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. മറ്റ് ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ മില്ലറ്റുകൾ കൂട്ടിക്കലർത്തി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2 മില്ലറ്റുകൾ ഒന്നിച്ച് ചേർത്ത് അല്ലെങ്കിൽ ഒന്നിലധികം മില്ലറ്റുകൾ ഒന്നിച്ച് ചേർത്ത് കഴിക്കുമ്പോൾ ഒന്നിൻ്റെ ഗുണം കിട്ടുകയും മറ്റതിൻ്റെ ഗുണം കിട്ടാതായി പോവുകയും ചെയ്യും എന്ന് നമ്മൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഒന്നുകിൽ കുതിർത്തിട്ടേ മില്ലറ്റുകൾ കഴിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഏത് മില്ലറ്റ് ആയാലും 8 മണിക്കൂർ വരെയൊക്കെ കുതിർത്ത് വെച്ച് അതിനുശേഷം കഴിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരോടും നിർദ്ദേശിക്കുന്നത്. അതിൽ കുതിർക്കുമ്പോൾ ആദ്യം നന്നായി കഴുകി ആവശ്യമുള്ള വെള്ളത്തിൽ കുതിർക്കുകയും ആ വെള്ളം പിന്നീട് ഊറ്റിക്കളയാതിരിക്കുകയും ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ മുളപ്പിച്ചും കഴിക്കാം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്, 2 ദിവസം തുടർച്ചയായി 2 ദിവസമെങ്കിലും തുടർച്ചയായി ഒരേ മില്ലറ്റ് കഴിക്കുകയും അതിനുശേഷം അടുത്ത മില്ലറ്റ് കഴിക്കുക, അതിനുശേഷം അടുത്ത മില്ലറ്റ്, അങ്ങനെ പോസിറ്റീവ് മില്ലറ്റുകൾ 5 മാറി മാറി കഴിച്ചാൽ നിലവിൽ ജീവിതശൈലി രോഗം പോലെയുള്ള രോഗമുള്ള ആളുകൾക്ക് ക്രമേണ ആ രോഗങ്ങളിൽ നിന്ന് കുറവ് ലഭിക്കും എന്നാണ് നമ്മളോട് ഡോക്ടർ ഖാദർ വാലി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ നാട്ടിലെല്ലാവരോടും പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, തൈറോയിഡിൻ്റെയും ഗോയിറ്ററിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളാണ് മില്ലറ്റ് കൊണ്ട് അതുണ്ടാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി തന്നെ ഡോക്ടർ ഖാദർ വാലി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തരത്തിലും ഗോയിറ്ററിനോ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങൾക്കോ മില്ലറ്റുകൾ കാരണമാവുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പഠന ഗവേഷണങ്ങളിലൂടെ തന്നെ അദ്ദേഹം തെളിയിച്ചതായി അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ സൂപ്പർ ഫുഡ് ആയിരിക്കുന്ന മില്ലറ്റിനെ നമ്മളൊക്കെയും വളരെ സ്നേഹത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ ഏറ്റുവാങ്ങുകയും അതിനുപയോഗിക്കുകയും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വലയുകയാണ്. അങ്ങനെ വലയുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ആ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വിടുതൽ നേടിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. മില്ലറ്റിൻ്റെ പ്രചാരണം കൂടുതൽ വ്യാപകമാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെതിരെയുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അതിൻ്റെ ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് പറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവ ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെയുള്ള പ്രചരണങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നൂറ്റാണ്ടിൻ്റെ സൂപ്പർ ഫുഡായ മില്ലറ്റിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.